ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ ചാനൽ. അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് സ്നാക്കാണ്. ഭയങ്കര യമ്മി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നമ്മൾ നോമ്പുകൾക്കൊക്കെ ഭയങ്കര സ്പെഷ്യലായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ്. വിത്തൗട്ട് ബീഫ് ഓർ ചിക്കൻ ഒന്നുമില്ലാണ്ട് തന്നെ നമുക്ക് എഗ്ഗ് വെച്ചിട്ട് നമുക്കൊരു ബ്രെഡ് സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ ക്യാപ്സിക്കാണ്, അതിനുശേഷം കൊറിയാൻഡർ, പിന്നെ നമ്മൾ ബോയിൽഡ് എഗ്സ് ആണ്, ഒരു 2 എഗ്ഗ് വൈറ്റ് മാത്രം, പിന്നെ ക്യാരറ്റ്, കുക്കുംബർ, ഓണിയൻ ആൻഡ് ഫൈനലി ടൊമാറ്റോ. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മയോണൈസാണ്. മയോണൈസ് ഉണ്ടാക്കാൻ കുറേയൊക്കെ അറിയായിരിക്കും, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി ഇത് സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഒരു 3 or 2 ഗാർലിക്, വെളുത്തുള്ളി നമ്മൾ അതിലത്തേക്ക് ആഡ് ചെയ്യണം. മുട്ടയുടെ വെള്ള അതിലത്തേക്ക് ഗാർലിക് ആഡ് ചെയ്യണം. അതിനുശേഷം കുറച്ച് പെപ്പർ, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ആയിക്കോട്ടെ. അതിനുശേഷം ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിന് ആണ്. പിന്നെ വിനീഗറാണ്. വിനീഗർ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. കുറച്ച് പുളിപ്പ് ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഓയിൽ. അപ്പോൾ ഇത് തിക്കാവുന്ന വരെ നിങ്ങൾ ഓയിൽ ഒഴിച്ചുകൊണ്ട് നിൽക്കണം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് തിക്കായിട്ട് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ 3 times ആക്കിയിട്ടാണ് നല്ല തിക്കായിട്ട് വന്നത്. അപ്പോൾ ഇപ്പോൾ 2 times ആണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ മയോണൈസ് റെഡിയായി. അതിനുശേഷം നമ്മുടെ ഫില്ലിങ് നമ്മൾ തയ്യാറാക്കണം. അതിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി ആദ്യം ആഡ് ചെയ്യണം. അതിനുശേഷം അതിലത്തേക്ക് സവാള ആഡ് ചെയ്യണം. പിന്നെ ക്യാപ്സിക്കം എല്ലാം ഒരേ ലെവലിലാണ് കേട്ടോ മുറിക്കേണ്ടത്. പിന്നെ കുക്കുംബർ, പിന്നെ ക്യാരറ്റ് ഒരു 1/4 ഭാഗം മതിയാകും. പിന്നെ മല്ലിച്ചപ്പ്. അപ്പോൾ നമ്മുടെ അതിലത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മയോണൈസ് നമുക്ക് ആഡ് ചെയ്യാം. മയോണൈസ് അധികം വേണ്ട കേട്ടോ, കുറച്ച് മയോണൈസ് മതി. പിന്നെ അതിലത്തേക്ക് കുറച്ച് പെപ്പർ പൗഡർ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നല്ലോണം മിക്സ് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പിടുക. ഉപ്പ് വേണമെന്നില്ല, കാരണം മയോണൈസിൽ ആദ്യം ഉപ്പുണ്ട്. പിന്നെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച എഗ് വൈറ്റ് ഇടുക. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാണ്. ബ്രെഡ് ടോസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ 2 എഗ് യോക്സ് എടുക്കുക. മുട്ടയുടെ മഞ്ഞ എടുത്തിട്ട് അതിലത്തേക്ക് നമ്മൾ പാൽ ആഡ് ചെയ്യാം. ഒരു 1/4 കപ്പ് പാൽ മതിയാകും. അതിലത്തേക്ക് പെപ്പർ ആഡ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മളൊരു ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബ്രെഡ് എടുക്കുക. ഞാനിപ്പോൾ ടീ ടൈമിൻ്റെ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിലത്തേക്ക് നമ്മൾ നമ്മുടെ മുട്ട ആഡ് ചെയ്തിട്ട് RKGയോ അല്ലെങ്കിൽ ബട്ടറോ നിങ്ങളുടെ അടുത്തുള്ള സാധനം വെച്ചിട്ട് നിങ്ങളൊന്ന് ടോസ്റ്റ് ചെയ്യാം. പിന്നെ അതെല്ലാം ഗ്രീസ് ചെയ്തിട്ടാണ് അതിലത്തേക്ക് ബ്രെഡ് വയ്ക്കുന്നത്. അപ്പോൾ 2 ബ്രെഡ് ആദ്യം നമുക്ക് ടോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഏകദേശം അത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിലത്തേക്ക് നമ്മൾ സോസ് ആഡ് ചെയ്യാം. സോസ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതി. അതിലത്തേക്ക് നമ്മൾ മയോണൈസ് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്. ഓക്കെ, അപ്പോൾ ഫില്ലിങ് ആയി. അതിൻ്റെ മേലെയായിട്ട് ബ്രെഡ് വെക്കുക. ഞാനിപ്പോൾ 4 ലെയറാണ് ആക്കുന്നത്. നിങ്ങൾക്ക് 2 ലെയർ ആക്കണമെന്നുണ്ടെങ്കിൽ ആക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര യമ്മിയാണ് കേട്ടോ കഴിക്കാൻ. നോമ്പുകൾക്കൊക്കെ കിടിലാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാം. നിങ്ങളുടെ സജഷൻസ് എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ എന്താ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതൊന്നും കൂടി ക്ലിക്ക് ചെയ്യുക, കാരണം നിങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് വരണം. അതുകൊണ്ടാണ്. അപ്പോൾ